ആലപ്പുഴ ബീച്ചിൽ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. രാത്രി ഒരു 8:30 നമ്മൾ പോയപ്പോൾ. പക്ഷേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. ഉച്ചയ്ക്ക് 2 തൊട്ട് നൈറ്റ് 10 മണി വരെ എന്തോ ആണ് അതിൻ്റെ ടൈമിങ്. സാറ്റർഡേ സൺഡേ രാവിലെ 10 തൊട്ട് വൈകിട്ട് 10 വരെ. അപ്പം നല്ല ഭംഗിയിൽ കുറേ അവതാറൊക്കെ ഉണ്ട്. അവതാർ, പിന്നെ ചിമ്പാൻസി, തല കെട്ടിക്കൊണ്ടിരിക്കുന്ന ചിമ്പാൻസി. 120 രൂപയാണ് പെർ ഹെഡ് ടിക്കറ്റ് ചാർജ് വരുന്നത്. 5 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണം. ഗൂഗിൾ പേ ടിക്കറ്റിങ്ങും ക്യാഷ് കൊടുത്തിട്ടുള്ള ടിക്കറ്റിങ്ങും രണ്ട് കൗണ്ടറുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ക്യൂ നിന്നിട്ട് നമ്മളൊരു മീനിൻ്റെ വായിലേക്കാണ് കയറി പോണത്. അങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ കുറേ ഭംഗിയിൽ ഒരു വനത്തിലേക്ക് പോകണ പോലെ ഇങ്ങനെ കരയണ ആടും തുമ്പിക്കയടണ ആനയും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഫസ്റ്റ് നമ്മൾ ഇത് മുഴുവൻ കണ്ടു തീർക്കണം. ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനൊക്കെ അടിപൊളി ഒരു വൈബാണ് കേട്ടോ. കുറേ മിസൈലും അബ്ദുൽ കലാമിൻ്റെ ഒരു സ്റ്റാച്ചുവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു വൈബാണ്. കണ്ടു തീർത്തിട്ട് പതുക്കെ നടന്നിട്ട് വേണം നമ്മൾ നമ്മുടെ അക്വേറിയത്തിനകത്തേക്ക് കയറാൻ വേണ്ടി. ശരിക്കും കടലിനകത്തുകൂടി ഇങ്ങനെ നടന്നു പോകണ പോലെ നമുക്ക് തോന്നും. മറ്റേ അതിനകത്ത് നിന്ന് ഇങ്ങനെ മനുഷ്യനും ഒരു മീനും കൂടി ഇങ്ങനെ ചുംബിക്കുന്ന കണക്ക് ഇങ്ങനെ 2 പയ്യന്മാരിങ്ങനെ അതിനകത്തോട് ഇങ്ങനെ എഴഞ്ഞ് പോകുന്നുണ്ട്. അതൊക്കെ കാണാൻ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ മിസ് ചെയ്യാണ്ട് പോയി കാണണം. ആലപ്പുഴക്കാർ പിന്നെ പോയി കാണും. പുറത്തുനിന്നുള്ള വരുന്നവർ എന്തായാലും പോയി കാണണം. കറി വെക്കാൻ വേണ്ടി തെരണ്ടിയെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഈ പറക്കുന്ന തെരണ്ടിയെ ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അങ്ങനെ വെറൈറ്റി കുറേ മീനുകളുണ്ട് അവിടെ. അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല. നമുക്ക് ഫാമിലി ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഒരു സംഭവമാണ്. അപ്പോൾ മാക്സിമം മിസ്സാക്കാണ്ടിരിക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു അക്വേറിയം കണ്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കൊരു ഇതില്ലേ, ഒരു സ്റ്റാള് പോലെ, ഒരു എക്സിബിഷൻ പോലെ കുറേ കച്ചവടങ്ങളുണ്ട് കേട്ടോ. കുറേ കച്ചവടങ്ങൾ പല ടൈപ്പിൽ. പക്ഷേ തീ പിടിച്ച വിലയാണ് വാങ്ങിക്കാൻ. നമുക്ക് അങ്ങോട്ടൊന്നും അടുക്കാൻ പറ്റത്തില്ല. ഇറങ്ങി വരുമ്പോൾ പിന്നെ ഫുഡ് ഹബ്ബും ഉണ്ട്. എല്ലാ ടൈപ്പ് ഓഫ് ഫുഡും നമുക്ക് അവിടെ കിട്ടും. അങ്ങനെ കണ്ട് നമ്മൾ വീണ്ടും എക്സിറ്റ് അടിച്ച് പുറത്തിറങ്ങുന്നു. അപ്പം പോയി കാണാൻ വരുന്നവർ പോയി കാണാം.